ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലുള്ള SSC CGL എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ സയൻസിലെ ഫിസിക്സ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ ഫാക്ട്സ് പറയും. പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് SSC CGL എക്സാമിൻ്റെ ഒരു സയൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ്, കുറച്ചുകൂടി ഒരു റീഡിങ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ പോസിബിലിറ്റീസും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് seismograph is used to measure. സോ ഇവിടെ seismograph എന്ന് കൊടുത്തിട്ടുള്ളത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദെൻ ഓപ്ഷൻസ്: റെയിൻ precipitation, underground water level, earthquakes, underground mineral content. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 എർത്ത്ക്വേക്സ് ആണ്. അപ്പോൾ എർത്ത്ക്വേക്സ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സൈസ്മോഗ്രാഫ്. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. സൈസ്മോഗ്രാഫ് റെക്കോർഡ്സ് ദ വേവ്സ് റീച്ചിങ് ദ സർഫേസ് ഓഫ് എർത്ത് ഡ്യൂറിങ് ആൻ എർത്ത്ക്വേക്ക്. എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് എർത്തിൻ്റെ സർഫസിൽ വേവ്സ് വരും സ്വാഭാവികമായിട്ടും. ആ വേവ്സിനെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സൈസ്മോഗ്രാഫ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. നെക്സ്റ്റ് ഈസ് ഒരു ടേം ആണ് സൈസ്മോളജി. അപ്പോൾ നമുക്ക് സൈസ്മോഗ്രാഫ് എന്താണെന്ന് അറിയാമെങ്കിൽ സൈസ്മോളജി എർത്ത്ക്വേക്ക് റിലേറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചു വയ്ക്കാൻ പറ്റും. So seismology is the study of earthquakes and seismic waves that move through and around the earth. Earthquake ഉണ്ടാകുന്ന സമയത്ത് സൈസ്മിക് വേവ്സ്, ഉണ്ടാകുന്ന വേവ്സ് സൈസ്മിക് വേവ്സ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനം, ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? സൈസ്മോളജി എന്ന് വിളിക്കും. അപ്പോൾ സൈസ്മോഗ്രാഫ്, സൈസ്മോളജി, സൈസ്മിക് വേവ്സ് ഇതെല്ലാം എർത്ത്ക്വേക്ക് റിലേറ്റഡ് ടേം ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇതേപോലെ എർത്ത്ക്വേക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ടേം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റിക്ടർ സ്കെയിൽ. അപ്പോൾ റിക്ടർ സ്കെയിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന എന്നുള്ളത് നോക്കാം. ഇറ്റ് കാൽക്കുലേറ്റ്സ് ആൻ എർത്ത്ക്വേക്സ് മാഗ്നിറ്റ്യൂഡ് ഫ്രം ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ എർത്ത്ക്വേക്സ് ലാർജസ്റ്റ് സൈസ്മിക് വേവ് റെക്കോർഡഡ് ബൈ എ സൈസ്മോഗ്രാഫ്. അപ്പോൾ ഈ സൈസ്മോഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലോ വേവ്സ്. അതിൽ ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ടുള്ള വേവ് നോക്കുക തന്നെ വേണം. ആ ഒരു വേവ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വൈസ് ലാർജസ്റ്റ് ആയിട്ടുള്ള സൈസ്മിക് വേവ് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഒരു സൈസ്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് റിക്ടർ സ്കെയിൽ. അപ്പോൾ എർത്ത്ക്വേക്ക് റിലേറ്റ് ചെയ്ത് അടുത്തൊരു വാക്കാണ് റിക്ടർ സ്കെയിൽ എന്നുള്ളതുകൂടി ഓർത്തിരിക്കുക. എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. The magnitudes of this scale are based on a logarithmic scale base 10. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്തിനാണ് നമ്മൾ ഈ ലോഗറിതമിക് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ബേസ് 10 ഉണ്ട്, എക്സ്പോണൻഷ്യൽ യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പല ബേസസ് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലോഗറിതമിക് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വലിയ മെഷർമെൻറ്റ്സിനെ ചെറിയൊരു സ്പേസിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് വലിയ മെഷർമെൻറ്റ്സ് നമുക്ക് നോർമൽ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പം അതിനൊന്ന് സൈസ് കുറച്ചിട്ട് നമുക്ക് പോസിബിൾ ആവുന്ന രീതിയിൽ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതാണ് ബേസ് 10, 10⁻², 10⁻³ അങ്ങനെ 10ൻ്റെ പവേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ഫോമിൽ കാൽക്കുലേഷൻസ് നടത്താനായിട്ട് ലോഗറിതമിക് സ്കെയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്കെയില് ബേസ് 10 വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് പവേഴ്സ് കൊടുക്കുന്നത് 10ൻ്റെ പവേഴ്സ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബേസ് 10. അപ്പോൾ നമുക്ക് എത്ര വലിയ നമ്പേഴ്സും അല്ലെങ്കിൽ എത്ര വലിയ മെഷർമെൻറ്റ്സും ഈ ഒരു സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ വേറൊരു സ്കെയിൽ കൂടി ഈ ഒരു ടോപ്പിക് എർത്ത്ക്വേക്ക്, സെസ്മോഗ്രഫി, സൈസ്മിക് വേവ്സ് ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് മെർക്കാലി സ്കെയിൽ, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ എർത്ത്ക്വേക്ക് ഡാമേജ് ആണ്.
ഡാമേജസ് എർത്ത് ക്വേക്ക് കാരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി മെഷർ ചെയ്യാനൊരു സ്കെയിൽ ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ വേവ്സ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സൈസ്മോഗ്രാഫ്. സൈസ്മോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ഇറ്റ്സ് എ സ്റ്റഡി. അപ്പോൾ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണത്. എന്തിനെ സ്റ്റഡി ചെയ്യുന്നത്? എർത്ത് ക്വേക്സിനെയും സൈസ്മിക് വേവ്സിനെയാണ് അത് സ്റ്റഡി ചെയ്യുന്നത്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന 2 സ്കെയിലുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് റിക്ടർ സ്കെയിലാണ്. അത് എർത്ത് ക്വേക്ക് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ വന്നു അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു സ്കെയില് ബേസ്ഡ് ഓൺ ലോഗറിതമിക് സ്കെയിലാണ്. അതിൻ്റെ ബേസ് 10 എന്നാന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ടേം മെർക്കാലി സ്കെയിലാണ്. അത് എത്രത്തോളം എർത്ത് ക്വേക്ക് നമുക്ക് ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതേ പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ കണ്ടു നോക്കാം. So the first question is, which of the following is the study of vibrations within earth? നമ്മുടെ എർത്തിൽ തന്നെ ഉണ്ടാവുന്ന വൈബ്രേഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു സ്റ്റഡി ബ്രാഞ്ച് ഓഫ് സയൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനെന്ത് പറയാം? സൈസ്മോളജി എന്ന് പറയാം. നമ്മൾ ആ വാക്ക് കണക്ട് ചെയ്ത് ഉത്തരം എഴുതിയാൽ മതി. ബാക്കിയുള്ളതൊന്നും ഇത് റിലേറ്റഡ് ഓപ്ഷൻസ് അല്ല. The second question, what waves occurs during an earthquake? So the earthquake കണ്ടു, വേഗം നമ്മൾ ആ പഠിച്ചു വെച്ചിട്ടുള്ള സൈസ്മിക് വേവ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. ഓപ്ഷൻ ബി കിട്ടി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ എർത്ത് ക്വേക്ക്, അതും നമ്മളിത് കൃത്യമായി അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡ് എന്ന് തന്നെയാണ് നമ്മൾ റിക്ടർ സ്കെയിലിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻ എർത്ത് ക്വേക്ക് ഈസ് മെഷേർഡ് ഓൺ ഡെഫിനറ്റ്ലി റിക്ടർ സ്കെയിൽ. അപ്പോൾ ആ ഒരു സ്ലൈഡ് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ സൈസ്മോളജി, സൈസ്മിക് വേവ്സ്, സൈസ്മോഗ്രാഫ്, റിക്ടർ സ്കെയിൽ, മെർക്കാലി സ്കെയിൽ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാം ഒറ്റ ഒരു ടോപ്പിക് എർത്ത് ക്വേക്ക് റിലേറ്റഡ് ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. സോ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഡിസ്കവറി ഡിഡ് വില്യം ബ്രാഡ്ഫോർഡ് ഷോക്ലി, John Bardeen and Walter Hauser Brattain jointly received the Nobel Prize in Physics in 1956. 1956 ഫിസിക്സ് നൊബേൽ പ്രൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കാം. ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു എഫക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് തിയറീസിനൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. അപ്പോൾ ആ ഓപ്ഷൻസ് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിസ്കവറി ഓഫ് ട്രാൻസിസ്റ്റർ എഫക്റ്റ്. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ വർക്കിങ്ങും അതിൻ്റെ എഫക്റ്റ് ഇലക്ട്രോണിക് വേൾഡിൽ അത് എങ്ങനെ എന്തൊക്കെ എഫക്റ്റുകൾ കൊടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. Second one is discovery of thermionic emission. Then next is discovery of electromagnetic induction. The last one is discovery of receptors for temperature and touch. So ഇതിന്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. The discovery of transistor effect ആണ് വരുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ട് പിന്നെ കുറച്ച് ഫിസിക്സ് നൊബേൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വേഗം നോക്കാം. സോ ബേസിക്കലി ഈ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഡിസ്കവറി ഓഫ് ട്രാൻസിസ്റ്റർ എഫക്റ്റ് ആൻഡ് റിസർച്ചസ് ഓൺ സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്കവറി ആക്ച്വലി ഒരുപാട് ഇലക്ട്രോണിക് അഡ്വാൻസ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ജോൺ ബാർഡീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇസ് ദ ഓൺലി പേഴ്സൺ അവാർഡഡ് നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ട്വൈസ്. 2 വട്ടം കിട്ടിയിട്ടുള്ള ഓൺലി പേഴ്സൺ ഈ ജോൺ ബാർഡീൻ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. ആൻഡ് ഏത് ഇയർ ആണെന്നുള്ളത് ഡെഫിനറ്റ്ലി ഓർത്തിരിക്കണം, 1972. ആൻഡ് 1972 എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് തിയറി ബേസ്ഡ് ആണ് നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. ദ തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി കോൾഡ് BCS തിയറി. അപ്പോൾ BCS തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർഡീൻ കൂപ്പർ സൂപ്പർ കണ്ടക്ടിവിറ്റി തിയറിയാണ് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ കണ്ടക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള തിയറി എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു തിയറിയുടെ ഡിസ്കവറിക്ക് 1972 കൂടി അവാർഡഡ് ആണ്, നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് കേപ്പബിൾ ഓഫ് ആംപ്ലിഫൈയിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അപ്പം നമ്മുടെ ഇലക്ട്രോണിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് അതിൽ മേജർ ഒരു പാർട്ട് അല്ലെങ്കിൽ മേജർ കമ്പോണന്റ് എന്ന് നമുക്ക് പറയാം. ഇലക്ട്രിക്കൽ സിഗ്നൽസ് വെച്ചിട്ടാണ്
കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കാനായിട്ട്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിയെടുക്കാനായിട്ട് ഈ ട്രാൻസിസ്റ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും ഒക്കെ ഒരു ഡെവലപ്മെന്റും ഡിസ്കവറിയും ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ഡിസ്കവറി ഇലക്ട്രോണിക് ഡിവൈസസിന്റെ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഡെഫിനറ്റ്ലി കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, ഓഡിയോ ആൻഡ് വീഡിയോ ഡിവൈസസ് ഇതിനെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ല, നൊബേൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നൊബേൽ പ്രൈസ് ക്യാൻ ബി ഷെയർഡ് ബൈ അപ് ടു 3%. മാക്സിമം 3% വരെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അതിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ ടോപ്പിക് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരേ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് സർഫസ് ടെൻഷൻ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്കൊരു ചെറിയ ഒരു ട്രാപ്പ് എപ്പോഴും നമുക്ക് അനുഭവിക്കാറുള്ളതാണ്. എക്സാം ടെൻഷൻ്റെ ടൈമിലൊക്കെ, എക്സാം എഴുതുമ്പോൾ ആ ടെൻഷൻ്റെ ഇടയിൽ നമ്മൾ ഈ നോട്ട് അങ്ങ് വായിക്കാൻ മറക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് സർഫസ് ടെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത്? ലൈക്ക് നോട്ട് കറക്റ്റ് അബൌട്ട് സർഫസ് ടെൻഷൻ, കറക്റ്റ് അബൌട്ട് എന്നുള്ളതല്ല, നോട്ട് എന്നുള്ളത് എടുത്തു വായിക്കണം. അപ്പോൾ സർഫസ് ടെൻഷനായിട്ട് ബന്ധമില്ലാത്തതാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. സോ ഓപ്ഷൻസ് നോക്കാം. കുറച്ച് തിയറി വൈസ് കുറച്ച് ഓപ്ഷൻസ് ലോങ് ആണ്. സർഫസ് ടെൻഷൻ ഈസ് ടിപ്പിക്കലി മെഷർഡ് ഇൻ ഡൈൻസ് പെർ സെന്റിമീറ്റർ. യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഡ്രോപ്പ് ഈസ് സ്ഫെറിക്കൽ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഒരു വാട്ടർ ഡ്രോപ്പ് സ്ഫെറിക്കൽ ഷേപ്പിൽ ഇരിക്കാനായിട്ടുള്ള കാരണം നമുക്ക് സർഫസ് ടെൻഷനായിട്ട് പറയാമെന്നാണ് കൊടുത്തിട്ടുള്ളത്. തേർഡ് ഓപ്ഷൻ, അറ്റ് റൂം ടെമ്പറേച്ചർ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഈസ് ലെസ് ദാൻ ഈഥൈൽ ആൽക്കഹോൾ. എത്തനോളാണ് ഈഥൈൽ ആൽക്കഹോൾ. അപ്പോൾ എത്തനോളിനേക്കാളും സർഫസ് ടെൻഷൻ വെള്ളത്തിന് കുറവാണ് ഏത് ടെമ്പറേച്ചറിൽ? നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ. ഇതാണ് തേർഡ് ഓപ്ഷൻ. ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ ഈസ് the cohesive forces between liquid molecules are responsible for the phenomenon known as surface tension. അപ്പോൾ കൊഹസീവ് ഫോഴ്സ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് കേട്ടോ, ഒരേ ടൈപ്പ് മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് കൊഹസീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നെങ്കിൽ അതിനെ അഡ്ഹസീവ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഇവിടെ പറയുന്നത് കൊഹസീവ് ഫോഴ്സ് കാരണമാണ് സർഫസ് ടെൻഷൻ ഉണ്ടായത്. കൊഹസീവ് ഫോഴ്സ് കാരണമാണ് ലിക്വിഡ് മോളിക്യൂൾസുകൾക്കിടയിലുള്ള കൊഹസീവ് ഫോഴ്സ് ആണ്, സെയിം മോളിക്യൂൾ അട്രാക്ഷൻ ആണ് സർഫസ് ടെൻഷന് കാരണം. ഇത്രയുമാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ ഇതിൽ കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഓപ്ഷൻ 3 ആണ്. ദാറ്റ് ഈസ് റൂം ടെമ്പറേച്ചറിൽ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഇസ് ലെസ് ദാൻ ഈഥൈൽ ആൽക്കഹോൾ അല്ല. ദാറ്റ് ഈസ് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഗ്രേറ്റർ ആയിരിക്കും എത്തനോളിനേക്കാളും എന്നുള്ളതാണ്. അപ്പോൾ ലെസ്സർ എന്നുള്ളത് തെറ്റാണ്. ഇസ് ഗ്രേറ്റർ ദാൻ ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ എന്നുള്ളതാണ്. സോ സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു ടോപ്പിക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സർഫസ് ടെൻഷൻ എന്നുള്ളത് നോക്കാം. സോ സർഫസ് ടെൻഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടി ആണ്, ക്യാപിറ്റൽ ടി ആണെന്നുള്ളത് ഓർക്കണം. ആൻഡ് സർഫസ് ടെൻഷൻ ഈസ് ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഫോഴ്സ് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് ചെറിയൊരു മിസ്റ്റേക്കിന് കാരണമാവും. കാരണം ഫോഴ്സിനെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്താലേ സർഫസ് ടെൻഷൻ ആവത്തുള്ളൂ. ഇനി ഇതേപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇക്വേഷനാണ് ഫോഴ്സ് ബൈ ഏരിയ. അത് പ്രഷർ ഓർ സ്ട്രെസ് അങ്ങനെയും പറയാം. അപ്പോൾ ഫോഴ്സിനെ ഏരിയ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രഷർ എന്ന് പറയാം. ഫോഴ്സിനെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് സർഫസ് ടെൻഷൻ എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ യൂണിറ്റ് കൂടി പഠിക്കാൻ പറ്റും. ലൈക്ക് ഇക്വേഷനിൽ തന്നെ നമുക്ക് യൂണിറ്റ്സ് എഴുതാൻ പറ്റും. ന്യൂട്ടൺ ആണ് ഫോഴ്സ്, ലെങ്ത് മീറ്റർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് യൂണിറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനീഷനിലേക്ക് കടക്കുകയാണെങ്കിൽ the force exerted by a liquid surface, ഒരു ലിക്വിഡ് സർഫസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ, ടു ഡിക്രീസ് ഇറ്റ് സർഫസ് ഏരിയ ടു മിനിമം. ആ ഒരു സർഫസ് ഏരിയ, ലിക്വിഡ് സർഫസിൻ്റെ ഏരിയ
മിനിമം ആക്കാൻ വേണ്ടി എത്രത്തോളം ഫോഴ്സ് ആണോ കൊടുക്കേണ്ടത് ആ ഫോഴ്സ് ആണ് സർഫസ് ടെൻഷൻ. As if it were under tension like a stretched elastic membrane. നമ്മളൊരു ഫോഴ്സ് സർഫസിൽ കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് എന്താ പറയുക, ഒരു ഇലാസ്റ്റിക് സ്ട്രെച്ച് ചെയ്ത പോലത്തെ ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ഈ ഒരു സർഫസ് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, സർഫസ് ഏരിയ മിനിമം ആവണം. സർഫസ് ഏരിയ മിനിമം ആകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് നേച്ചർ വന്നു കഴിയുമ്പോൾ സർഫസ് ഏരിയ മിനിമത്തിലേക്കാണല്ലോ ആവുന്നത്. ആ ഒരു കാര്യം സർഫസ് ടെൻഷൻ കാരണം സർഫസ് ഏരിയ മിനിമം ആവുന്ന കാര്യം ഓർത്തിരിക്കാം. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ അടുത്ത പോയിന്റിൽ പഠിക്കുന്നത്. ലിക്വിഡ് ഡ്രോപ്പ് അറ്റൈൻസ് സ്ഫെറിക്കൽ ഷേപ്പ്. സർഫസ് ഏരിയ ഏറ്റവും കുറഞ്ഞ ഒരു ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്ഫെറിക്കൽ ഷേപ്പ് പറയാം. അപ്പോൾ ലിക്വിഡ് ഡ്രോപ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ എല്ലാം തന്നെ സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് ആകാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ബിക്കോസ് ഓഫ് മിനിമം സർഫസ് ഏരിയ ഫോർ സ്ഫിയർ. ഷേപ്സിൽ സ്ഫിയറിന് മിനിമം സർഫസ് ഏരിയ കൊടുക്കുന്നത് സർഫസ് ഏരിയ മിനിമം ഉള്ള ഒരു ഷേപ്പ് പറയാൻ സ്ഫിയർ ആണ്. ആ ഒരു ഷേപ്പിലേക്ക് ഡ്രോപ്ലെറ്റ്സ് ആകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കാരണമാണ്, സർഫസ് ടെൻഷൻ കാരണമാണ്. സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു സർഫസ് ഏരിയ മിനിമം ആയിട്ട് സ്ഫിയർ ഷേപ്പ് വരുന്നത്. സോ ഇനി ഇതിൻ്റെ റീസൺ വൈ, ഇത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് ലിക്വിഡ് സർഫസിൽ എന്നതിൻ്റെ റീസൺ ആണ് കൊഹിഷൻ. അപ്പോൾ കൊഹിഷൻ നമ്മളിവിടെ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു. കൊഹസീവ് ഫോഴ്സ് അത് കറക്റ്റ് ആണെന്നാണല്ലോ നമ്മളിരുന്ന് പഠിച്ചത്. സോ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസുകൾക്ക് ഇടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാവുന്നതാണ് സർഫസ് ടെൻഷൻ. അപ്പോൾ അതൊന്നുകൂടി നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ഒക്കെ പോലെ സർഫസ് മാറണം എന്നുണ്ടെങ്കിൽ ഒരേ മോളിക്യൂൾസ് തമ്മിൽ നല്ല അട്രാക്ഷൻ ഉണ്ടായാലാണ് ഒരു ഇലാസ്റ്റിസിറ്റി ഫോം ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്, സെയിം ടൈപ്പ് മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായാലേ സർഫസ് ടെൻഷൻ നടക്കുന്നുള്ളൂ. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം കൊഹിഷൻ. അപ്പം അതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഓപ്ഷനിൽ കൊഹിഷൻ കാണുകയാണെങ്കിൽ അത് സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. ഇനി കുറച്ച് ആപ്ലിക്കേഷനാണ് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ്. അതിൽ സർഫസ് ടെൻഷൻ ആണ് അവിടെ ഒരു ഫാക്ടറായി വരുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ക്ലീൻ ആൻഡ് ഡ്രൈ നീഡിൽ സ്ലോലി കെപ്റ്റ് ഓൺ സർഫസ് ഓഫ് വാട്ടർ, ഇറ്റ് ഫ്ലോട്ട്സ്. അപ്പോൾ കുറച്ച് ഡെൻസിറ്റി കൂടിയ വാട്ടറിനേക്കാളും കൂടിയതാണ് നീഡിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും നമ്മളതിനെ വളരെ സ്ലോ ആയിട്ട് സർഫസിൽ വെക്കുകയാണെങ്കിൽ, ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം, അതും ഒരു കണ്ടീഷനാണ്. വെക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അത് സിങ്ക് ചെയ്ത് പോവില്ല, പകരം സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഫ്ലോട്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്, ആ സർഫസിൽ ഒരു മെംബ്രെയിൻ കൊടുത്തേക്കാണ്, അതും സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ ആണ്. അപ്പം അതിൻ്റെ മേലെ ഇത് വെക്കുമ്പോൾ ആ ഒരു മെംബ്രെയിൻ്റെ എഫക്റ്റ് കാരണം താഴേക്ക് സിങ്ക് ചെയ്യില്ല. അപ്പം അതൊരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് നെക്സ്റ്റ്, സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള വഴികളാണ്, അതും നമ്മൾ ഓർത്തിരിക്കണം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് നോക്കാവുന്നതാണ്. സോ അഡീഷൻ ഓഫ് ഡിറ്റർജൻറ്റ് ഓർ സോപ്പ് ഡിക്രീസസ് സർഫസ് ടെൻഷൻ. വാട്ടറിൻ്റെ സർഫസ് ടെൻഷനെ കുറയ്ക്കാനായിട്ട് ആക്ച്വലി സോപ്പോ ഡിറ്റർജൻസോ ആഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുവഴി ക്ലീനിങ് എബിലിറ്റി ഓഫ് വാട്ടർ കൂട്ടും. കാരണം സർഫസ് ടെൻഷൻ, സർഫസിൽ വളരെ ഒരു ഇലാസ്റ്റിക് നേച്ചറിൽ ഭയങ്കര ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ വാട്ടർ ക്ലോത്ത് ഇൻട്രാക്ഷൻ ഒന്നും നടക്കില്ല, വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കാനായിട്ട് നമുക്ക് സോപ്പോ ഡിറ്റർജൻറ്റോ ആഡ് ചെയ്താൽ മതി. ഈ സർഫസ് ടെൻഷൻ അങ്ങ് പോകും, ഇലാസ്റ്റിക് നേച്ചർ ഓഫ് സർഫസ് പോകും. അതുവഴി ക്ലീനിങ് കുറച്ചും കൂടി ഈസി ആകും. അപ്പോൾ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ ഡിറ്റർജൻസ് ഓർ സോപ്പ് കാരണമാവുന്നുള്ളത് ഓർത്തിരിക്കാം. സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ സർഫസ് ടെൻഷനെ കുറയ്ക്കുന്ന അടുത്ത ഫാക്ടറാണ് ടെമ്പറേച്ചർ. നമ്മൾ വെള്ളം ചൂടാക്കുക, അപ്പോഴും ഈ ഒരു ഇലാസ്റ്റിക് നേച്ചറിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ബ്രേക്കായി പോകും. സോ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഇലാസ്റ്റിക് നേച്ചർ കംപ്ലീറ്റ്ലി ഡിസ്ട്രപ്റ്റഡ് ആകും. സോ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ. അപ്പോൾ സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള 2 റീസൺസ് നമ്മളിപ്പോൾ പഠിച്ചു. ഒന്ന്, സോപ്പോ ഡിറ്റർജൻസോ ആഡ് ചെയ്ത് കൊടുക്കുക.
രണ്ട് ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുക, അപ്പോൾ സർഫസ് ടെൻഷൻ കുറഞ്ഞോളും. ഹോട്ട് വാട്ടർ ഫോർ ക്ലീനിങ് പർപ്പസ് ഈസ് ഈസി. നമുക്കറിയാം ഹോട്ടായിട്ടുള്ള വാട്ടർ ക്ലീൻ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ക്ലീനിങ് നടക്കും. അതിൻ്റെയും റീസൺ ഇതാണ്, ഹോട്ട് വാട്ടറിൽ സർഫസ് ടെൻഷൻ വളരെ കുറവാണ് വെള്ളത്തിന്. സർഫസ് ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ഈസിയാണ്, നമ്മളിതാ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഷേവിംഗ് ബ്രഷ് റിമൂവ് ഫ്രം വാട്ടർ, ദ ഹെയർ ഓഫ് ദ ബ്രഷ് ക്ലിങ് ടുഗദർ. നമ്മൾ ഷേവിംഗ് ബ്രഷ് വാട്ടറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം അത് റേസ് ചെയ്ത് കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ റീസണും ആ ഒരു സർഫസ് ടെൻഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതെല്ലാം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ എങ്ങനെ സർഫസ് ടെൻഷൻ ഒരു ഫാക്ടർ ആവും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെയിം നെക്സ്റ്റ് സ്ലൈഡിലും നമ്മൾ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സൂപ്പ് ഈസ് ടേസ്റ്റി അറ്റ് ഹൈ ടെമ്പറേച്ചർ, സർഫസ് ടെൻഷൻ ലോ, സൂപ്പ് സ്പ്രെഡ്സ് ഓൺ ഓൾ പാർട്സ് ഓഫ് ദി ടങ്ക്. അപ്പോൾ സെയിം കാര്യം തന്നെയാണ്. ലൈക്ക് സൂപ്പ് ഇസ് ടേസ്റ്റി അറ്റ് ഹൈ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ സർഫസ് ടെൻഷൻ അവിടെ കുറയും. സർഫസ് ടെൻഷൻ്റെ ഫാക്ടർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യാൻ ഈസിയാണ്. നേരത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. വാട്ടറിന് കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യാൻ എളുപ്പം ഹോട്ട് വാട്ടർ ആയതിനു ശേഷമാണ്. സർഫസ് വളരെ സ്ട്രെച്ചി ആയിട്ട് വളരെ എലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. സെയിം വിത്ത് ദ കേസ് ഓഫ് സൂപ്പ്. അപ്പോൾ സൂപ്പ് ഹൈ ടെമ്പറേച്ചറിൽ ടേസ്റ്റ് ചെയ്യാനുള്ള റീസൺ സർഫസ് ടെൻഷൻ കുറയുന്നതാണ്. അതുവഴി സൂപ്പ് നമ്മുടെ ടങ്കിൻ്റെ എല്ലാ പാർട്സിലേക്കും സ്പ്രെഡ് ആവുന്നതുമാണ്. അടുത്തൊരു ആപ്ലിക്കേഷൻ പറയുന്നത് ആൻറ്റിസെപ്റ്റിക്സ് ഹാവ് ലോ സർഫസ് ടെൻഷൻ ആൻഡ് ക്യാൻ റീച്ച് ടൈനി ക്രാക്സ് ഓഫ് ദ വൂണ്ട് ആൻഡ് കിൽ ജേംസ്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക്സും ഈ ഒരു സർഫസ് ടെൻഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻറ്റിസെപ്റ്റിക്സ് പൊതുവേ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചർ പറയുന്നത് അവർക്ക് ലോ സർഫസ് ടെൻഷനോട് കൂടിയാണ് അവരുടെ പ്രകൃതം, അവരുടെ നേച്ചർ അങ്ങനെയാണ്. സോ നമ്മളതിന് വൂൺസ് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എത്ര ചെറിയ ക്രാക്കിലേക്കും ചെറിയ വൂൺസിലേക്കും വരെ ഇതിനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റും ബിക്കോസ് ഓഫ് ലോ സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ കൂടുതലാണെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആൻറ്റിസെപ്റ്റിക്സ് ഡെഫിനറ്റ്ലി ലൈക്ക് സ്പ്രെഡ് ചെയ്യണം, എന്നാലാണ് ജേംസിനെ കില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോ സർഫസ് ടെൻഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് കെറോസിൻ സ്പ്രിങ്കിൾഡ് ഓൺ വാട്ടർ, സർഫസ് ടെൻഷൻ ഡിക്രീസസ്, ലാർവ ഓഫ് മോസ്കിറ്റോസ് ഫ്ലോട്ടിംഗ് വിൽ സിങ്ക് ആൻഡ് ഡൈ. സോ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ കൂടി കിട്ടി. കെറോസിൻ ആഡ് ചെയ്താൽ മതി. ലൈക്ക് അഡീഷൻ ഓഫ് കെറോസിൻ സർഫസ് ടെൻഷൻ കുറയ്ക്കും. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ കാരണമാണ് കൂടുതലും മോസ്കിറ്റോസ് അതിൻ്റെ ലാർവയും മോസ്കിറ്റോയും ഒക്കെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് വാട്ടർ സർഫസിൽ, സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന വാട്ടർ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ കെറോസിൻ ആഡ് ചെയ്യുന്ന വഴി തന്നെ സർഫസ് ടെൻഷൻ പോയാൽ പിന്നെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അത് ഡൈ ചെയ്യും ഡെഫിനറ്റ്ലി. അങ്ങനെ മോസ്കിറ്റോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതൊക്കെ തടയാനായിട്ട് നമുക്ക് പറ്റും. സോ in order to spread more, surface tension of paints and lubricants is kept low. പെയിൻറ്റോ ലൂബ്രിക്കൻസോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യം വരും അല്ലേ. സ്പ്രെഡ് ചെയ്താലാണ് അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ പെയിൻസിൻ്റെ ആയാലും ലൂബ്രിക്കൻസിൻ്റെ ആയാലും ഒക്കെ സർഫസ് ടെൻഷൻ നമ്മൾ കുറച്ച് വയ്ക്കും. സോ സർഫസ് ടെൻഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ആഗ്നസ് പൊക്കൽസ്. അത് ഓർത്തിരിക്കണം. whose research was fundamental in establishing the modern discipline known as surface tension, which describes the properties of liquid and solid surfaces and interfaces. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിനോമിനനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ആഗ്നസ് പൊക്കൽസ്. അപ്പോൾ ആ ഒരു നെയിം റിലേറ്റഡ് ടു സർഫസ് ടെൻഷൻ എന്നുള്ളത് പഠിക്കുക, ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടല്ലാത്ത ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതായിരുന്നു. ആൻഡ് ലേറ്റർ നമ്മൾ സർഫസ് ടെൻഷൻ്റെ ബേസിക്സ് കുറച്ച് നോക്കി, അതിൻ്റെ യൂണിറ്റ്
ഇക്വേഷൻ, ഡെഫിനേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. ഫുൾ ആപ്ലിക്കേഷൻ ആണ് പിന്നെയുള്ള സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് വളരെയധികം ചോദിക്കാൻ സാധ്യതയുണ്ട്. Then a non-SI unit called NIT or NIT is the unit of which of the following photometric quantities used to measure a multitude of light intensity. ഇതൊരു നോൺ SI യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി കേട്ട് പരിചയമുള്ള ഒരു യൂണിറ്റ് അല്ല. സോ അത് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം ഉണ്ട്. സോ ഇത് ചോദിച്ച ക്വസ്റ്റ്യനും ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയുള്ളതെന്ന്. ലൂമിനസ് എക്സ്പോഷർ, ലൂമിനൻസ്, ലൂമിനോസിറ്റി, ലൂമിനസ് എമിറ്റൻസ് എല്ലാം തന്നെ ഒരേ ടെർമിനോളജീസ് ആണ് വന്നിട്ടുള്ളത്. ചെറിയ 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 വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം ഈ ഒരു ടോപ്പിക്ക്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ലൂമിനൻസ് ആണ് കേട്ടോ. ലൂമിനൻസിൻ്റെ നോൺ SI യൂണിറ്റ് ആണ് നിറ്റ് വരുന്നത്. So what is that? It refers to the amount of light that is emitted, reflected or transmitted from a surface object or scene. ഏതെങ്കിലും ഒരു സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ എമൗണ്ട്, എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു അളവ്, മെഷർമെൻ്റ് ആണ് ആക്ച്വലി ലൂമിനസെൻസ് എന്ന് പറയുന്നത്. സോ ലൂമിനൻസ് ഈസ് ടിപ്പിക്കലി മെഷേർഡ് ഇൻ യൂണിറ്റ്സ് കോൾഡ് കാൻഡലാസ് പെർ സ്ക്വയർ മീറ്റർ. ദാറ്റ് ഈസ് കാൻഡല പെർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് വരിക. അല്ലെങ്കിൽ നോൺ SI യൂണിറ്റ് നിറ്റിൽ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ്, അതിനെ വേറെ രീതിയിൽ നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആസ് പെർസീവ്ഡ് ബൈ ദ ഹ്യൂമൻ ഐ. നമ്മുടെ കണ്ണിൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, എത്രത്തോളം ഒരു ഇൻറ്റൻസ് ആണ് ആ ലൈറ്റ് എന്നുള്ളതും ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഓപ്ഷൻസിലൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. സോ ലൂമിനോസിറ്റി, ഇറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി റേഡിയേറ്റഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഓർ സോഴ്സ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോ ലൂമിനോസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോമിൽ എത്രത്തോളം എനർജി ഒരു ബോഡിയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. So, next question. Which pioneer scientist used radio waves to transmit signals over distances of several kilometers in the 1890s? അപ്പോൾ 1890s ലോങ് ഡിസ്റ്റൻസ് സിഗ്നൽ ട്രാൻസ്മിഷന് റേഡിയോ വേവ്സ് ഉപയോഗിച്ച സയൻറ്റിസ്റ്റ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻസ്: മൈക്കൽ ഫാരഡേ, പോൾ ലാങ്കവിൻ, ഗുലിയൽമോ മാർക്കോണി, പിയർ വൈസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് മാർക്കോണി. സോ അദ്ദേഹത്തിൻ്റെ ഈ റേഡിയോ വേവ് യൂസ് ചെയ്തിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളുടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഹി കണ്ടക്റ്റഡ് പയനിയറിംഗ് വർക്ക് ഇൻ ലോങ് ഡിസ്റ്റൻസ് റേഡിയോ ട്രാൻസ്മിഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കണക്ട് ചെയ്യേണ്ട വാക്ക് കിട്ടി, റേഡിയോ ട്രാൻസ്മിഷൻ. മാർക്കോണി ഡെവലപ്ഡ് എ പ്രാക്ടിക്കൽ റേഡിയോ വേവ് ബേസ്ഡ് വയർലെസ് ടെലിഗ്രാഫ് സിസ്റ്റം. വയർലെസ് ആയിട്ട് റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ടെലിഗ്രാഫ് സിസ്റ്റം തന്നെ 19th സെഞ്ച്വറിയിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഹിസ് വർക്ക് വാസ് റെക്കഗ്നൈസ്ഡ് ഇന്റർനാഷണലി. ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ അദ്ദേഹത്തിന് ലഭിച്ചത് നൊബേൽ പ്രൈസ് ഫോർ ഫിസിക്സ് ഇൻ 1909 ഫിസിക്സിൽ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് കൂടുതൽ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത്. സോ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, റേഡിയോ വേവ്സ്. ഇതാണ് അവിടുത്തെ കീവേഡ്. ആൻഡ് അത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഈസ് മാർക്കോണി. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർ ഡസ് ദ ലോവർ സലൈനിറ്റി വാട്ടർ റെസ്റ്റ് വിത്ത് ദ ഹയർ സലൈനിറ്റി ഡെൻസ് വാട്ടർ? അപ്പോൾ സലൈനിറ്റി കുറഞ്ഞതും സലൈനിറ്റി കൂടിയതുമായിട്ടുള്ള വെള്ളം അത് എങ്ങനെയാണ് അത് പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എബവ്
below, it combines, it is separate. എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ് എബവ്. നമുക്കറിയാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ എത്രയേ ഉള്ളൂ, ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെൻസിറ്റി സ്ട്രാറ്റിഫിക്കേഷൻ. ഡെൻസിറ്റി കൂടിയ സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിങ്ക് ചെയ്ത് താഴെയാണ് കിടക്കുക, ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലാണ് കിടക്കുക. ഈ ഒരു സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദിസ് ഒക്കേഴ്സ് ബിക്കോസ് സോൾട്ട് വാട്ടർ ഇസ് ഡെൻസർ ദാൻ ഫ്രഷ് വാട്ടർ. സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ നോർമൽ ഫ്രഷ് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടിയതാണ്. ആസ് എ റിസൾട്ട് ഡെൻസ് സോൾട്ട് വാട്ടർ സിങ്ക്സ്, അത് സിങ്ക് ചെയ്യും. ബിലോ ദ ലെസ് ഡെൻസ് ഫ്രഷ് വാട്ടർ, ലെസ് ആയിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ ഫ്രഷ് വാട്ടർ അത് മുകളിലും, അതിൻ്റെ താഴെയായിട്ട് ഡെൻസർ സോൾട്ട് വാട്ടറും, അങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. ഇനി അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, ദിസ് ഫിനോമിനൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓഷ്യനോഗ്രഫി ആൻഡ് മറൈൻ ബയോളജി ആസ് ഇറ്റ് അഫക്ട്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഓർഗാനിസംസ് ഇൻ ദ വാട്ടർ കോളം. അപ്പോൾ വെള്ളത്തിൽ ന്യൂട്രിയൻസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓർഗാനിസംസ് ഏതൊക്കെ ലെവലിലാണ് ജീവിക്കുന്നത്, ഏതൊക്കെ പൊസിഷൻസിലാണ് ജീവിക്കുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു ഡെൻസിറ്റി സ്ട്രാറ്റിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട്, സോൾട്ട് വാട്ടർ എവിടെയുണ്ട്, ഫ്രഷ് വാട്ടർ എവിടെയുണ്ട്, ആ ഒരു പൊസിഷൻ അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിനോമിനൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓഷ്യനോഗ്രഫി, മറൈൻ ബയോളജിയിലൊക്കെ യൂസ് ചെയ്യാം in order to understand the distribution of nutrients, organisms in water column. അപ്പോൾ അതത്രയേ ഉള്ളൂ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് സെൻഡ്സ് pulses of electromagnetic energy into the atmosphere to detect rainfall, determine its speed, intensity, and identify precipitation types such as rain, snow, hail. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് എനർജീസ് നമ്മൾ പൾസസ് ആയിട്ട്, പൾസ് ഫോമിൽ ഇലക്ട്രിക് പൾസായിട്ട് സെൻഡ് ചെയ്യും അറ്റ്മോസ്ഫിയറിലേക്ക്. എന്നിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യുവാണ് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ലൈക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണോ, അത് ഏത് ഫോമിലാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഫോമാണ് റെയിൻ, സ്നോ, ഹെയിലൊക്കെ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് നമുക്ക് നോക്കാം. ഓപ്ഷൻസ്: ബാരോമീറ്റർ, സ്പെക്ട്രൽ പൈറാനോമീറ്റർ, 2D സോണിക് അനിമോമീറ്റർ, ഡോപ്ലർ വെതർ റഡാർ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഡോപ്ലർ വെതർ റഡാർ ആണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാവുന്നതാണ് ബാരോമീറ്റർ ഈസ് എ ടൂൾ യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ എന്താണ്, പ്രഷറിൻ്റെ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ. ഇറ്റ് ഈസ് നോട്ട് യൂസ് ടു ഡിറ്റക്ട് പ്രസിപ്പിറ്റേഷൻ. മഴ അല്ലെങ്കിൽ സ്നോഫോൾ ഇത്തരത്തിലുള്ള പ്രസിപ്പിറ്റേഷൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാരോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ 1 പറ്റില്ല. സോ ദ നെക്സ്റ്റ് ഓപ്ഷൻ, സ്പെക്ട്രൽ പൈറാനോമീറ്റർ ഈസ് യൂസ് ടു മെഷർ ദ സോളാർ റേഡിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് പ്രസിപ്പിറ്റേഷൻ. ഇപ്പോൾ സോളാർ റേഡിയേഷൻ, സൺലൈറ്റ്, അതിൻ്റെ റേഡിയേഷനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സ്പെക്ട്രൽ പൈറാനോമീറ്റർ. ദ ലാസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് 2D സോണിക് അനിമോമീറ്റർ ആണ്. അപ്പോൾ അത് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അനിമോമീറ്റർ റിലേറ്റഡ് ടു വിൻഡ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. സോ വിൻഡിൻ്റെ സ്പീഡ്, ഡയറക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് 2D സോണിക് അനിമോമീറ്റർ. അപ്പോൾ ഇതിലൊന്നും പെടാത്ത ഓപ്ഷൻ വരുന്നത് ഡോപ്ലർ വെതർ റഡാർ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി, സ്പീഡ്, അല്ലെങ്കിൽ എന്ത് തരം പ്രസിപ്പിറ്റേഷനാണ്, റെയിൻഫോൾ തന്നെയാണോ അത് സ്നോ ആണോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് നമുക്ക് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റീസൺ ആൻഡ് അസേർഷൻ ആണ്. ഇത് നോർമലി എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇത്തിരി ട്രിക്കി ആയിട്ടായിരിക്കും ചോദിക്കുകയും ചെയ്യുള്ളൂ. ആൻഡ് വളരെ സൂക്ഷിച്ച് തന്നെ അതിൻ്റെ റീസണും അസേർഷനും വായിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വളരെ ഈസിലി തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് ട്രൂ.
regarding the following two statements labeled assertion and reason. അസേർഷനും തന്നിട്ടുണ്ട്, റീസണും സെപ്പറേറ്റ്ലി നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മുടെ റീസൺ ആൻഡ് അസേർഷൻ നമ്മൾ വായിച്ചു നോക്കിയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ട്രൂ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അസേർഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. An object slips less on a rough surface than a smooth surface. റഫ് സർഫസിൽ ഒരു ഒബ്ജക്റ്റ് കുറച്ചേ സ്ലിപ്പ് ആവുള്ളൂ എന്തിനേക്കാളും, സ്മൂത്ത് സർഫസിനേക്കാളും. അപ്പം അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ റീസൺ കൊടുത്തേക്കുന്നത് വെൻ എ സർഫസ് ഇസ് റഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻക്രീസസ്. അപ്പോൾ ഒരു സർഫസിന്റെ റഫ്നെസ്സിന് റീസൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, കാരണമായി പഠിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയാണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ് റഫ് സർഫസിൽ. അപ്പം അതും നമുക്ക് ഏകദേശം ട്രൂ ആയിട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അസേർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. അസേർഷനും റീസണും രണ്ടും ട്രൂ ആണ്, പക്ഷെ റീസൺ കാരണം എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള കാരണമല്ല ഈ അസേർഷൻ്റെ. അസേർഷൻ ഫോൾസ് ആണ്, അസേർഷൻ കംപ്ലീറ്റ്ലി തെറ്റാണ്, റീസൺ പക്ഷെ ട്രൂ ആണ്. ലാസ്റ്റ് ഓപ്ഷൻ അസേർഷനും റീസണും രണ്ടും ശരിയാണ്, റീസൺ തന്നെയാണ് കറക്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷനും എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന ആൻസർ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 4 ആണ്. നമുക്ക് വായിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായതാണ്. അസേർഷൻ കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ആൻഡ് അസേർഷനിൽ പറഞ്ഞിട്ടുള്ളത് റഫ് സർഫസിൽ ഒബ്ജക്റ്റ് കുറച്ചേ സ്ലിപ്പ് ആവുള്ളൂ എന്നതിൻ്റെ കാരണം റഫ് സർഫസിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഗ്രിപ്പ് തരുന്ന ഫോഴ്സാണ്. അപ്പോൾ ആ ഗ്രിപ്പ് തരുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ റഫ് സർഫസിൽ ഒബ്ജക്റ്റുകളെല്ലാം കുറച്ചേ സ്ലിപ്പ് ആവുള്ളൂ എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം. കറക്റ്റ് റീസൺ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുകയും ചെയ്യാവുന്നത് കൊണ്ട് നമുക്ക് രണ്ടും ശരിയാണ്, അല്ലെങ്കിൽ റീസണും അസേർഷനും ശരിയാണ്, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നും പറയാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Whose research was fundamental in establishing the modern discipline known as surface tension, which describes the properties of liquid, solid surfaces and interfaces. അപ്പം നമ്മൾ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ സർഫസ് ടെൻഷൻ്റെ അഡീഷണൽ ഡീറ്റെയിൽസ് പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് തന്നെയാണ്. ആരാണ് അതിന് പിന്നിലുള്ള ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ്. ആഗ്നസ് പോക്കൽസ് എന്ന സയൻറ്റിസ്റ്റാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് സർഫസ് ടെൻഷൻ എന്നൊരു പ്രോപ്പർട്ടി ലിക്വിഡിനുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് ഡെഫിനറ്റ്ലി ബാക്കിയുള്ള ഓപ്ഷൻസ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും, ആ ഒരു പോർഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. സോ സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡേൺ ഡിസിപ്ലിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത സയൻറ്റിസ്റ്റായിട്ട് നമുക്ക് നേരെ ഓപ്ഷൻ ആഗ്നസ് പോക്കൽസ് പറയാവുന്നതാണ്. So who found an empirical relationship between the half-life of alpha decay and the energy of the emitted alpha particles in 1911? അപ്പോൾ ആൽഫ ഡീക്കേ എന്ന് പറയുന്നത് ന്യൂക്ലിയസ്, നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നുള്ള റേഡിയേഷൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, ഡീക്കേ ചെയ്യുവാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ ഡീക്കേസ് ഉണ്ട്. അതിൽ ആൽഫ ഡീക്കയുടെ ഹാഫ് ലൈഫ്, അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്ന എനർജി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരാണ് ഫൗണ്ട് ചെയ്തതെന്നുള്ളതാണ്. അത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ചാഡ്വിക് ആൻഡ് ലോറൻസ്, ഫോർമി ആൻഡ് മെയ്റ്റ്നർ, ഗൈഗർ ആൻഡ് നട്ടൽ, സോഡി ആൻഡ് ആസ്റ്റൺ. അപ്പോൾ ഇതിൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഗൈഗർ ആൻഡ് നട്ടൽ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാഡ്വിക് ലോറൻസ് ഓർമ്മ വരും, കാരണം ന്യൂട്രോൺ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എപ്പോഴും ഡിസ്കവറി ആയിട്ട്. അപ്പോൾ ചാഡ്വിക് ലോറൻസ് ഡിസ്കവേർഡ് ദ ന്യൂട്രോൺ ഇൻ 1932. 1932 ന്യൂട്രോൺ ഡിസ്കവറി റിലേറ്റ് ചെയ്തിട്ട് ഇവരുടെ പേരുകൾ ചോദിക്കാറുണ്ട്, സോ ഓർത്തിരിക്കുക. വിച്ച് വാസ് എ സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ത്രൂ ഇൻ ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ ഫിസിക്സിലെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂ ആയിരുന്നു ന്യൂട്രോൺസിൻ്റെ ഡിസ്കവറി. ആൻഡ് സോഡി ആൻഡ് ആസ്റ്റൺ മെയ്ഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ തിയറി ഓഫ് ഐസോടോപ്സ്. അപ്പോൾ ഐസോടോപ്പ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആ ഒരു കീവേഡ് യൂസ് ചെയ്യുക. സയൻറ്റിസ്റ്റുകൾ ഓർമ്മ വരേണ്ടത് സോഡി ആൻഡ് ആസ്റ്റൺ ആണ്. ആൻഡ് ഐസോടോപ്സ് എന്താണെന്നുള്ളത് നമ്മൾ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള എലമെൻറ്റ്, പക്ഷേ എല്ലാവരുടെയും മാസ് നമ്പേഴ്സ് ഡിഫറെൻറ്റ് എന്ന രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് അവരെ ഐസോടോപ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൽഫ
ഡീക്കെ നടക്കുമ്പോഴുള്ള അവരുടെ ഹാഫ് ലൈഫും ആൽഫ പാർട്ടിക്കിൾസിന്റെ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. അത് ഗൈഗർ ആൻഡ് നട്ടൽ ആണെന്നുള്ളത് ഓർത്തിരിക്കാം. So moving on to the next question, which of the following is the correct match of the column A with column B? Match the following ആണ്. സോ കോളം എ എന്ന് പറയുന്ന കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. കോളം ബി അതിൻ്റെ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിൻ്റെ യൂണിറ്റ്സ് ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കോളം എയിലുള്ളത് ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ്, കപ്പാസിറ്റൻസ്, മാഗ്നറ്റിക് ഫീൽഡ്. കോളം ബിയിലുള്ളത് ടെസ്ല, ഫാരഡ്, ആംപിയർ, വോൾട്ട്. അപ്പോൾ ഏതിൻ്റെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നമുക്കിങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു ക്ലൂ ഉണ്ട്. ഓപ്ഷൻസ് യൂണിറ്റ്സ് ഒരുവിധം ഫെമിലിയർ ആയിട്ടുള്ളതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വൺ ഇലക്ട്രിക് കറണ്ട് ആണ്. കറണ്ടിൻ്റെ നമുക്കറിയാം ആംപിയർ. സോ കറണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത് ആംപിയർ ആണ്. വോൾട്ടേജ് ഈസ് ഡെഫിനറ്റ്ലി വോൾട്ട്, അത് ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ആൻഡ് ലാസ്റ്റ് വൺ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ല. അപ്പോൾ 1C, 2D, 3B ആൻഡ് 4th 1A. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരെ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ്സ് അറിയാമെങ്കിൽ, ബേസിക് യൂണിറ്റ്സ് ആണ് അല്ലേ, അറിയാമെങ്കിൽ നമുക്ക് ഏകദേശം ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു തരം ക്വസ്റ്റ്യൻ തന്നെയായിട്ടാണ് തോന്നുന്നത്. യൂണിറ്റ്സ് ഓർത്ത് വെച്ചാൽ മതി. അതും ബേസിക് യൂണിറ്റ്സ് ആണ്, ഒരുപാട് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് അല്ല. ബേസിക് ഫിസിക്കൽ പ്രോപ്പർട്ടി അതിൻ്റെ യൂണിറ്റ്സ്, അത് മാച്ച് ചെയ്യാനായിരുന്നു. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, when did Carl Friedrich Gauss and Wilhelm Edward Weber invent the world's first electromagnetic telegraph? വേൾഡിൽ തന്നെ ആദ്യമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ടെലിഗ്രാഫ് ഇവരെപ്പോൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. വർഷമാണ് ചോദിക്കുന്നത്. ദ കറക്റ്റ് ആൻസർ ഈസ് 1833 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻവെൻഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ടെലിഗ്രാഫിൻ്റെ ഇൻവെൻഷൻ വഴി ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് യൂസിങ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. നേരത്തെ നമ്മൾ പഠിച്ചു സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ലോങ് ഡിസ്റ്റൻസ് യൂസിങ് റേഡിയോ വേവ്സ്, മാർക്കോണിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ പറയുന്നത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് സിഗ്നൽ ട്രാൻസ്മിഷൻ, ടെലിഗ്രാഫ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ടെലിഗ്രാഫ് ഇൻവെന്റ് ചെയ്ത സയൻറ്റിസ്റ്റുകളുടെ പേരൊന്ന് ഓർത്തിരിക്കുക. ഗോസ് ആൻഡ് വെബർ. ആൻഡ് ഇയർ 1833 എന്നുള്ളതും ഓർത്തിരിക്കുക. സോ റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടി ഒരു മെമ്മറിയിൽ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇൻകറക്റ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആണ് ഇൻകറക്റ്റ് ആണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്തിട്ടേ ഓപ്ഷൻസ് വായിച്ചു വെക്കാൻ പാടുള്ളൂ. ആസ് പെർ ഫിസിസിസ്റ്റ് ആൻഡ് their major contributions or discoveries, which of the following pair is incorrect എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫിസിസ്റ്റുകളെ തന്നിട്ടുണ്ട്, അവരുടെ ഡിസ്കവറീസും തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് ആണ് കേട്ടോ, ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് തേർഡ് ഓപ്ഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തന്നെ അപ്പം തന്നെ വേണമെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം ആണോ നോക്കിയിട്ട്. സോ ജോൺ ബാർഡീൻ തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി, BCS തിയറി ആൻഡ് ട്രാൻസിസ്റ്റർ റിലേറ്റഡ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ലൂയിസ് വിക്ടർ ഡി ബ്രോഗ്ലി വേവ് നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ച്, മാറ്റേഴ്സിൻ്റെ വേവ് നേച്ചർ ഉണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ്, അതും കറക്റ്റാണ്. വിക്ടർ ഫ്രാൻസിസ് ഹെസ് കോസ്മിക് റേഡിയേഷൻ, അത് നമ്മൾ പറഞ്ഞതായിരുന്നു. കോസ്മിക് റേഡിയേഷൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരും ഹെസ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് വൺ ഡെഫിനറ്റ്ലി പോൾ ഡിറാക്, ലിക്വിഡ് ഹീലിയം ആണ് കിടക്കുന്നത്. അപ്പോൾ അതൊരു കറക്റ്റ് അല്ലാത്തൊരു ഓപ്ഷനാണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. The following. So both quantum mechanics and quantum electrodynamics of their early development in large part to Dirac. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, പോൾ ഡിറാക്കിൻ്റെ കോൺട്രിബ്യൂഷൻ കിടക്കുന്ന ലിക്വിഡ് ഹീലിയത്തിലല്ല, ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിലാണ് എന്നുള്ളതാണ്. He also developed the Dirac equation, which predicts the presence of antimatters and describes the behavior of fermions, among other discoveries.
അപ്പം അദ്ദേഹം ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നു. ആ ഇക്വേഷനിൽ നിന്ന് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ പ്രിഡിക്റ്റ് ചെയ്തിരുന്നു ആൻറ്റി മാറ്റേഴ്സും ഫെർമിയോൺസിൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേണും അല്ലെങ്കിൽ ബിഹേവിയറും ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഇക്വേഷൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഒരു ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സ് ആണെന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കറിയണം ഈ ലിക്വിഡ് ഹീലിയം റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ്, അപ്പോൾ ഫിസിസിസ്റ്റ് ആണെന്ന് വെച്ചാൽ ഹെയ്ക്കി കാമലിംഗ് ഓണസ് ഇസ് ഡിസ്കവേർഡ് ലിക്വിഡ് ഹീലിയം. അപ്പോൾ ലിക്വിഡ് ഹീലിയം ഡിസ്കവർ ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഫിസിസിസ്റ്റ് ആരാണെന്നുള്ളതും ഒന്ന് ഓർത്തിരിക്കുക. അതായിരുന്നല്ലോ റോങ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് വേഗം ക്വസ്റ്റ്യൻ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഫിസിസിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും തന്നിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റിയും വേവ് നേച്ചറും കോസ്മിക് റേഡിയേഷനും അതിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ഓപ്ഷൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തത് നമുക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാവുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ ഓർത്ത് വയ്ക്കുക. വേവ് നേച്ചർ ഓഫ് മാറ്റർ ലൂയിസ് വിക്ടർ ഡി ബ്രോഗ്ലി ഓർത്തിരിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ആയിരിക്കണം, അപ്പോൾ കറക്റ്റ് അല്ലാതെ വരാം, പോൾ ഡിറാക് ലിക്വിഡ് ഹീലിയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഏതാണെന്ന് പറഞ്ഞു, അത് ഓർത്തിരിക്കുക. ഇനി വേറെ രീതിയിൽ നമ്മളോട് ചോദിച്ചാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പാകത്തിന് ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ലിക്വിഡ് ഹീലിയം ഡിസ്കവറി ചെയ്ത സയൻറ്റിസ്റ്റ് പോൾ ഡിറാക്, അല്ലെങ്കിൽ പിന്നെ ഏത് സയൻറ്റിസ്റ്റാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കാം. അതാണ് ഹെയ്ക്കി കാമലിംഗ് ഓണസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇക്വേഷൻ ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഒരു ഗിവൺ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? പ്രൊവൈഡ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ട്രാവേഴ്സിങ് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ്, സർക്കുലർ പാത്താണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് കിട്ടണം. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് വി ഇൻ ദിസ് ഇക്വേഷൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എ സി തന്നിട്ടുണ്ട്. എ നമ്മൾ ആ സി ഡിനോട്ട് ചെയ്യുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാണ് കേട്ടോ. സി ഡിനോട്ട് ചെയ്യുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വി സ്ക്വയർ ആണ്. വി സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്, ബൈ ആർ ആണ്. അപ്പോൾ വാട്ട് ഈസ് വി ഇൻ ദിസ് ഇക്വേഷൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എ സി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, സെൻട്രിപിറ്റൽ എന്നുള്ള വാക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ഒരു സർക്കുലർ മോഷൻ റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ് എ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. വി സ്ക്വയർ ബൈ ആറിൽ വി ഈസ് വെലോസിറ്റി അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി എന്നും പറയാം. ലീനിയർ മോഷനിൽ വരുന്ന വെലോസിറ്റി എന്ന് പറയാം. ആൻഡ് ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്ത് ആണെങ്കിൽ അതിനൊരു റേഡിയസ് ഉണ്ടാവുമല്ലോ, ആ റേഡിയസ് ആണത്. സോ ഓപ്ഷൻസ് ഡിസ്റ്റൻസ്, സർഫസ് ഏരിയ, സ്പീഡ്, ഇൻറ്റൻസിറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് സ്പീഡാണെന്ന് നോക്കുക. അപ്പോൾ ഒരു വെലോസിറ്റി എന്ന വാക്കിനൊരു സ്പീഡ് എന്ന വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് സ്പീഡ് ആൻഡ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. അതിൻ്റെ ഒരു ഡിറക്ഷനാണ്, ഒരാൾക്ക് ഡിറക്ഷൻ ഉണ്ട് മറ്റൊരാൾക്ക് ഇല്ല എന്നുള്ളതേ വ്യത്യാസമുള്ളൂ. സോ സ്പീഡ് എന്ന ഓപ്ഷനാണ് വി ഡിനോട്ട് ചെയ്യുന്നത് ഇൻ ദിസ് ഇക്വേഷൻ എന്ന് ഓർക്കുക. അഡീഷണൽ ആയിട്ട് 6 റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണെന്ന് ഓർക്കുക. എ ഈസ് ഫോർ ആക്സലറേഷൻ, ഹിയർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ആക്സലറേഷൻ ഇൻ എ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ ആക്സലറേഷൻ വരുമ്പോൾ സെൻട്രിപെറ്റൽ എന്നാണ് വിളിക്കുന്നത്. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. സോ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം, ബാക്കിയുള്ള ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ട്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എസ് യൂണിറ്റ് മീറ്റർ ആണ്. ചില സമയങ്ങളിൽ നമ്മൾ കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സർഫസ് ഏരിയയുടെ എസ് യൂണിറ്റ് പറയുകയാണെങ്കിൽ സ്ക്വയർ മീറ്റർ, ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. ഇൻറ്റൻസിറ്റിയുടെ ഡെസിബൽസ് ആണ് പറയുക, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ, വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ എന്നും പറയാം. സോ ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മെത്തേഡ് ഓഫ് കുക്കിംഗ് ഈസ് food heated slowly over a source of heat and cooked by high heat and air convection depending on the position of the food in relation to the fire. ഒരു കുക്കിംഗ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ മെത്തേഡ് ഇതാണ്. ഫുഡ് വളരെ സ്ലോ ആയിട്ട് ഹീറ്റ് ചെയ്യും ഓവർ സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് കുക്ക്ഡ്
high heat and air convection depending on the position of the food in relation to the fire. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു മെത്തേഡിൽ കുക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് കുക്കിങ്ങിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കാം. സ്പിറ്റ് റോസ്റ്റിംഗ്, ബ്രേസിംഗ്, പോച്ചിങ്, സ്റ്റൂയിങ്. ഇതെല്ലാം പല രീതിയിലുള്ള മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ്. ഇതെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ചില ഓപ്ഷൻസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ചില ഓപ്ഷൻസിൽ ഒരേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ കുഞ്ഞ് ഒരു എലമെൻറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ അതിൻ്റെ എൻഡ് റിസൾട്ട്, ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന ആഫ്റ്റർ കുക്കിംഗ് കിട്ടുന്ന ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ മെത്തേഡ്സും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോന്നും നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 സ്പിറ്റ് റോസ്റ്റിംഗ് ആണ്. ദാറ്റ് ഈസ് കുക്കിംഗ് ഓഫ് ഫുഡ്. First it is heated slowly over a source of heat and cooked by high heat and air convection വരുന്ന സ്പിറ്റ് റോസ്റ്റിംഗ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബ്രേസിംഗ് ഇൻവോൾവ്സ് കുക്കിംഗ് ഫുഡ് സ്ലോലി ഇൻ എ കവേർഡ് പോട്ട് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് ലിക്വിഡ് സച്ച് ആസ് ബ്രോത്ത് ഓർ വൈൻ. ഇവിടെ ലിക്വിഡ് വരുന്നുണ്ട് കുക്ക് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഒരു പോട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ലിക്വിഡ്, കുക്ക് ചെയ്യാനായിട്ടുള്ള ലിക്വിഡായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ബ്രോത്ത്, ആനിമലിൻ്റെ ബ്രോത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഫുഡിനെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുവാണ്. സ്മോൾ എമൗണ്ട് ഓഫ് ലിക്വിഡാന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വളരെ സ്മോൾ എമൗണ്ട് ആണെന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ടേം ഈസ് പോച്ചിങ് ആണ്. ഇൻവോൾവ്സ് കുക്കിംഗ് ഫുഡ് ഇൻ എ ലിക്വിഡ് ദാറ്റ് ഈസ് ജസ്റ്റ് ബിലോ ബോയിലിംഗ് പോയിന്റ്. ഇവിടെയും എന്ത് വരുന്നുണ്ട്? ലിക്വിഡ് ഇൻവോൾവ് തന്നെയാണ് ഈ ഒരു പ്രോസസ്സിൽ, പക്ഷേ ബോയിലിംഗ് പോയിന്റ് ബിലോ ആയിരിക്കണം ആ ലിക്വിഡ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ തിളച്ച് മറയുന്ന ഒരു അവസ്ഥ വരരുത്. ജസ്റ്റ് ബിലോ ബോയിലിംഗ് പോയിന്റ് ആണ് അത് കുക്ക് ചെയ്തെടുക്കുക. ഇൻ ലിക്വിഡിൽ തന്നെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. സോ ആ രണ്ട് മെത്തേഡ്സ് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് സ്റ്റൂയിങ് വിച്ച് ഈസ് സെയിം ആസ് ഓഫ് ബ്രേസിങ്. ആ മെത്തേഡ്, രണ്ട് മെത്തേഡ്സും സെയിം തന്നെയാണ്. ഇവിടെയും ഫുഡ് കുക്ക് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് ഇൻ എ കവേർഡ് പോട്ടാണ്. നമ്മൾ ആ നേരത്തെ ബ്രേസിങ് പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ ഡിഫറൻസ് വിത്ത് എ ലാർജ് എമൗണ്ട് ഓഫ് ലിക്വിഡ്. ബ്രേസിങ്ങിന് നമ്മൾ കൃത്യമായി പറഞ്ഞു സ്മോൾ എമൗണ്ട് ഓഫ് ലിക്വിഡ്. ഇവിടെ ലാർജർ എമൗണ്ട് ഓഫ് ലിക്വിഡ് നമ്മൾ എടുക്കണം ദാൻ ബ്രേസിങ്. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രേസിങ് ആൻഡ് സ്റ്റൂയിങ് ബോത്ത് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. സ്മോൾ എമൗണ്ട് ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ബ്രേസിംഗ് എന്ന് പറയാം. ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൂയിങ്. ബോയിലിംഗ് പോയിന്റ് ബിലോ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ പോച്ചിങ് എന്നും പറയാം. സ്പിറ്റ് റോസ്റ്റിംഗ് നമ്മുടെ ഓപ്ഷനിൽ തന്നെ പറഞ്ഞു. സ്ലോ കുക്കിംഗ് ഓവർ എ സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് കുക്ക്ഡ് ബൈ ഹൈ ഹീറ്റ് ആൻഡ് എയർ കൺവെക്ഷൻ. അപ്പം 4 കുക്കിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. സ്പിറ്റ് റോസ്റ്റിംഗ്, ബ്രേസിംഗ്, പോച്ചിങ് ആൻഡ് സ്റ്റൂയിങ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So the next question is, which scientist thought of the concept of steady state of the universe? അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു സ്റ്റഡി സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ്, അതിനെക്കുറിച്ച് മാറാതെ നിൽക്കുന്ന ഒരു സ്റ്റഡി സ്റ്റേറ്റ് കൺസെപ്റ്റ് ആരാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളതാണ് ആ തോട്ട്. സോ ഓപ്ഷൻസ്: ഹാരോൾഡ് ജെഫ്രി, എഡ്വിൻ ഹബിൾ, ഫ്രെഡ് ഹോയിൽ, പിയർ സീമൺ ലാപ്ലേസ്. സോ കറക്റ്റ് ആൻസർ ഈസ് our third option. ഫ്രെഡ് ഹോയിൽ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി, സ്റ്റഡി സ്റ്റേറ്റ് തിയറി സജസ്റ്റ് ദാറ്റ് ദ യൂണിവേഴ്സ് ഹാസ് നോ ബിഗിനിങ് ഓർ എൻഡ്. നമ്മുടെ യൂണിവേഴ്സിന് ഒരു ബിഗിനിങ്ങോ ഒരു എൻഡോ ഇല്ല, ഒരു സ്റ്റഡി സ്റ്റേറ്റിലിരിക്കുകയാണ് എന്ന തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ഫ്രെഡ് ഹോയിൽ. അപ്പോൾ ബാക്കിയുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. എഡ്വിൻ ഹബിൾ, എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ആൻഡ് ദ ഡിസ്കവറി ഓഫ് ഗാലക്സീസ്. ഗാലക്സീസിനെ കുറിച്ചും യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഓർ അദ്ദേഹത്തിൻ്റെ ഫീൽഡ്. ഹാരോൾഡ് ജെഫ്രി, ദ തിയറി ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്തമാറ്റിക്കൽ സൈഡാണ്. ആൻഡ് ഓൾസോ ദ ജിയോഫിസിക്സ്,
ജിയോ ഫിസിക്സിനെ കുറിച്ചുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആ ഒരു ഫീൽഡിലായിരുന്നു. നെക്സ്റ്റ് ഈസ് ദ പിയർ സീമൺ ലാപ്ലിസ്, ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആണ്, ഓൾസോ ആസ്ട്രോണമർ ആണ്, ഹു മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു സെലസ്റ്റിയൽ മെക്കാനിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇവരുടെയൊക്കെ ഫീൽഡ് ഓഫ് സ്റ്റഡി നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഏത് വിധേനയും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാത്സ് ദ ഫോളോയിങ് ആയിട്ട് വരുമോ, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ഇവരുടെ ഫീൽഡ് റോങ് ആയിട്ട് തരാം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. യൂണിവേഴ്സിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി മുന്നോട്ട് വെച്ചതിൽ ഫ്രെഡ് ഹോയിൽ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. എഡ്വിൻ ഹബിൾ ആണ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ആൻഡ് ഡിസ്കവറീസ് ഓഫ് ഗാലക്സീസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹെറോൾഡ് ജെഫ്രി ദ തിയറി ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ജിയോ ഫിസിക്സ്. പിയർ സീമൺ ലാപ്ലിസ്, French mathematician and astronomer who made significant contribution to celestial mechanics and statistics. അപ്പോൾ ഓരോരുത്തരുടെ ഒരു ഫീൽഡ് ഓഫ് വർക്ക് ഓർത്തിരിക്കുക. So the next question, the suitability of post tensioning is good for. ഈ ഒരു പ്രോസസ്സ് ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജിയാണ്. നമ്മൾ അധികം കേട്ട് പരിചയം ഇല്ലാത്തൊരു ടേമാണ് പോസ്റ്റ് ടെൻഷനിങ്. ഓപ്ഷൻസ് നോക്കാം. ലോങ് സ്പാൻസ്, എൻഡ് സ്പാൻസ്, ബ്രേക്ക് സ്പാൻസ് ആൻഡ് എഡ്ജ് സ്പാൻസ്. അപ്പോൾ പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയുമ്പോൾ ദ ആൻസർ ഈസ് ലോങ് സ്പാൻ ആണ് വരുന്നത് കേട്ടോ. ലോങ് സ്പാൻ ആണ് വരിക. അപ്പോൾ നമുക്ക് ഓരോ ടേംസും അത് എന്തിനൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ടെൻഷനിങ് ഈസ് എ കൺസ്ട്രക്ഷൻ ടെക്നിക് that involves the use of high-strength steel strands or cables to reinforce concrete structures. അപ്പോൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്കൊന്നും കൂടി ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ സ്ട്രാൻഡ്സോ കേബിൾസോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ കൺസ്ട്രക്ഷൻ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് യൂസ് ഓഫ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ സ്ട്രാൻഡ്സ്. ഹൈ സ്ട്രെങ്ത് ഉള്ള സ്റ്റീൽ സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ കേബിൾസോ ഉപയോഗിക്കുവാണ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടി നമ്മൾ അധികം പരിചയമില്ലാത്തതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ദ എൻഡ് സ്പാൻസ് റെഫേഴ്സ് ടു ദ സെക്ഷൻ ഓഫ് എ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചറിൻ്റെ ഒരു സെക്ഷനാണ്, ദാറ്റ് ആർ അഡ്ജസൻറ്റ് ടു എ സപ്പോർട്ട് സച്ച് ആസ് എ കോളം ഓർ വാൾ. സോ ഒരു വാൾ ഓർ കോളം സപ്പോർട്ട് പോലെ നമ്മൾ യൂസ് ചെയ്യാണ് ഒരു സ്ട്രക്ചറിൻ്റെ സെക്ഷൻ എങ്കിൽ അതിന് എൻഡ് സ്പാൻ, എൻഡിലായിട്ട് യൂസ് ചെയ്യുന്ന എൻഡ് സ്പാൻ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ദ ബ്രേക്ക് സ്പാൻ. Spans are the section of a structure that are interrupted by an expansion joint or a construction joint. ഇപ്പോൾ ജോയിൻസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ ബ്രേക്ക് വരുമല്ലോ. ദാറ്റ് ഈസ് അങ്ങനത്തെ സ്ട്രക്ചറിൻ്റെ സെക്ഷൻസിന് നമുക്ക് ബ്രേക്ക് സ്പാൻസ് എന്ന് പറയാം. സോ ആ വേർഡിൽ തന്നെ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആ വേർഡിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഇത് എഡ്ജ് സ്പാൻ ആണ്. എഡ്ജ് സ്പാൻ എന്ന് പറയുമ്പോഴേക്കും പെരിമീറ്റർ, ആ എഡ്ജ് റിലേറ്റഡ് ആയിട്ട് വരും. ഒരു എഡ്ജ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ സച്ച് ആസ് ബാൽക്കണി ഓർ കാൻഡിലിവേർഡ് സ്ലാബ് എക്സ്ട്രാ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എഡ്ജ് സ്പാൻ ആയിട്ട് ഉപയോഗിക്കാം. ബിക്കോസ് ദീസ് ആർ ദ സെക്ഷൻസ് ഓഫ് എ സ്ട്രക്ചർ ദാറ്റ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ പെരിമീറ്റർ. പെരിമീറ്റർ മീൻസ് ദ എഡ്ജിലുള്ളതായിട്ടുള്ളത്. ബ്രേക്ക് സ്പാൻസ് വരുമ്പോൾ ജോയിന്റ് ആയിട്ട് വരും. എൻഡ് സ്പാൻസിൽ കോളം ഓർ വാൾ എന്നുള്ളത് എടുക്കാം. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പോസ്റ്റ് ടെൻഷനിങ് ആയിരുന്നു. അത് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ സ്ട്രാൻഡ്സോ കേബിൾസോ യൂസ് ചെയ്യുന്നതാണ്. അത് ലോങ് സ്പാനിലാണ് വരുന്നത്. സോ ഈ ഒരു ടെർമിനോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ സ്യൂട്ടബിലിറ്റി ഓഫ് പോസ്റ്റ് ടെൻഷനിങ് ഇസ് ഗുഡ് ഫോർ. പോസ്റ്റ് ടെൻഷനിങ് വരുന്നത് ലോങ് സ്പാനിലാണെന്നുള്ളത് ഓർത്തിരിക്കാം. വാട്ട് ആർ ദ മെയിൻ എനർജി സോഴ്സ് ഫോർ എർത്ത്സ് ഇന്റേണൽ ഹീറ്റ് എൻജിൻ? എർത്തിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഹീറ്റിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ്. പലതരത്തിലുള്ള സോഴ്സസ് ഉണ്ടാവും എർത്തിന്. അതിൽ മെയിൻ സോഴ്സസുകൾ ഏതൊക്കെയാണെന്നാണ്. സോ ഓപ്ഷൻസ് കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് കറക്റ്റ് ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഈസ് റേഡിയോജനിക് ഹീറ്റ് ആൻഡ് ഓഷ്യാനിക് ടൈഡ് ഹീറ്റ്, ഹീറ്റ് ഫ്രം വോൾക്കാനോസ് ആൻഡ് സോളാർ ഹീറ്റ് ആൻഡ് ഓഷ്യാനിക് ടൈഡ് ഹീറ്റ്, റേഡിയോജനിക് ഹീറ്റ് ആൻഡ് പ്രൈമോർഡിയൽ ഹീറ്റ്. ഇപ്പോൾ റേഡിയോജനിക് ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐസോട്ടോപ്പ് ഡീക്കേസ് വരുന്നുണ്ടല്ലോ ന്യൂക്ലിയസിൻ്റെ,
അതിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് ഓഷ്യനിക് ടൈഡ് എന്ന് പറഞ്ഞാൽ ഓഷ്യൻ ടൈഡ്സിലുള്ള ഹീറ്റ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹീറ്റ്. ഹീറ്റ് ഫ്രം വോൾക്കാനോസ്, അറിയാം വോൾക്കാനോസ് ഡെഫിനറ്റ്ലി വളരെ ഹീറ്റ് പ്രൊഡ്യൂസിങ് ആണ്. ആൻഡ് സോളാർ ഹീറ്റ്, സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റ്. ആൻഡ് പ്രൈമോഡിയൽ ഹീറ്റ്, അതെന്താണെന്നുള്ളത്, ഈ ടേംസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ദ ഫോർത്ത് ഓപ്ഷൻ, റേഡിയോജനിക് ഹീറ്റ് ആൻഡ് പ്രൈമോഡിയൽ ഹീറ്റ് ആണ്. റേഡിയോജനിക് ഹീറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് by the decay of radioactive isotopes in the Earth's crust and mantle, not core. അപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റിലും മാൻറ്റിലുമായിട്ട് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കും. ആ ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ഡെഫിനറ്റ്ലി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവയെ നമുക്ക് റേഡിയോജനിക് ഹീറ്റ് എന്ന് വിളിക്കാം. പ്രൈമോഡിയൽ ഹീറ്റ് ഈസ് ദ ഹീറ്റ് ലെഫ്റ്റ് ഓവർ ഫ്രം ദ ഫോർമേഷൻ ഓഫ് എർത്ത്. സോ അത് ഒരുപാട് പണ്ട് തൊട്ടേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് എന്ന രീതിയിലാണ് പ്രൈമോഡിയൽ ഹീറ്റ് പറയുന്നത്. എർത്തിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് ലെഫ്റ്റ് ഓവർ ആയിട്ട് ഇവിടെ ഉള്ള ഹീറ്റാണ്, അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഹീറ്റാണ് പ്രൈമോഡിയൽ ഹീറ്റ്. റേഡിയോജനിക് ഹീറ്റ് ആൻഡ് പ്രൈമോഡിയൽ ഹീറ്റാണ് മെയിൻ സോഴ്സ്. ബാക്കിയുള്ളതൊന്നും മെയിൻ സോഴ്സ് അല്ല. മെയിൻ സോഴ്സ് ഓഫ് എർത്ത്സ് ഹീറ്റ്, ഇന്റേണൽ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഹീറ്റാണ്, റേഡിയോജനിക് ഹീറ്റ് ആൻഡ് പ്രൈമോഡിയൽ ഹീറ്റ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. So due to attraction of the sun and the moon, what is the frequency of ups and falls down of ocean water in a day? അപ്പോൾ നമ്മൾക്കറിയാം ടൈഡ്സ് അല്ലെങ്കിൽ വാട്ടർ ഇൻ ദ ഓഷ്യൻ അത് അപ്പ് ചെയ്യുന്നുണ്ട് ഫോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ റീസൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതും സൺ ആൻഡ് മൂണിൻ്റെ അട്രാക്ഷൻ വഴിയാണ് ഈ വാട്ടറിൻ്റെ ഫോളും റേസും എന്നുള്ളത്. അപ്പോൾ അത് ഒരു ഡേയിൽ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2, 3, 4 and 1. So the correct answer is 2 ആണ്. In a 24-hour period, 24 മണിക്കൂറിൽ 2 high tides and 2 low tides ആണ് ഉള്ളത്. 2 high tide ഉണ്ടാകുന്നുണ്ട്, 2 low tide ഉണ്ടാകുന്നുണ്ട്. So 1 low and 1 high അങ്ങനെ നോക്കുമ്പോൾ 2 ups and downs, 2 ups and 2 falls ആണ് ഉണ്ടാകുന്നത്. So the option is first option 2. Okay. Which of the following statements is incorrect about granite? So ഓർക്കേണ്ട കാര്യം again question pattern നോക്കുക, incorrect ആണ്. Granite is the most abundant rock in the continental crust. It is the most common sedimentary rock. These are the igneous rocks that form when hot molten rock crystallizes and solidifies. Granite is composed mainly of quartz, feldspar with minor amount of mica. ഇത്രയും ഓപ്ഷൻസിൽ ഇൻകറക്റ്റ് ആണ് ചോദിക്കുന്നത്. സോ ദ ഇൻകറക്റ്റ് ഓപ്ഷൻ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ സെഡിമെന്ററി റോക്ക് എന്നുള്ളതാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ അത് എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആയി എന്നുള്ളത് പറയാം. ദീസ് ആർ ഇഗ്നിയസ് റോക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇഗ്നിയസ് റോക്സ് ആണ്. എന്താണ് ഇഗ്നിയസ് റോക്സ്? ഹോട്ട് മോൾട്ടൺ റോക്ക് തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ് ചെയ്യും, എന്നിട്ട് അത് സോളിഡ് ആയിട്ടാണ് ഗ്രാനൈറ്റ്സ് ഉണ്ടാകുന്നത്, അല്ലാതെ സെഡിമെന്ററി റോക്ക് അല്ല. സെഡിമെന്ററി റോക്സിന്റെ പ്രോപ്പർട്ടീസ് എൻറ്റർലി ഡിഫറെൻറ്റ് ഫ്രം ഇഗ്നിയസ് റോക്സ്. സോ ഇഗ്നിയസ് റോക്സിന്റെ കാറ്റഗറി, ആ ഒരു ഇഗ്നിയസ് റോക്സിൽ പെടുന്നതാണ് ഗ്രാനൈറ്റ്, സെഡിമെന്ററി റോക്ക് അല്ല. സോ അതാണ് അവിടുത്തെ റോങ് ഓപ്ഷൻ. ഇനി ബാക്കി ഓപ്ഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ക്വാഡ്സ് ആണെന്നുള്ളവർക്ക്, ആൻഡ് ഫെൽസ്പാർ കുറച്ചുണ്ട്. ഫെൽസ്പാർ ആൻഡ് ക്വാഡ്സ് ഉണ്ട് വിത്ത് മൈനർ എമൗണ്ട് ഓഫ് മൈക്ക, വളരെ മൈനർ എമൗണ്ടിലും ഉണ്ട്. ഇതാണ് ഗ്രാനൈറ്റ് മെയിൻലി കമ്പോസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇഗ്നിയസ് റോക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക. ആൻഡ് ഇഗ്നിയസ് റോക്ക് ഹോട്ട് മോൾട്ടൺ റോക്ക് ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡിഫൈ ചെയ്ത് ഉണ്ടാകുന്നതാണ്, സെഡിമെന്ററി റോക്ക് അല്ല. So granite forms from hot molten rock that solidifies over time. ഒരു പീരീഡ് ഓഫ് ടൈം എടുത്ത് മോൾട്ടൺ ഹോട്ട് ആയിട്ടുള്ള റോക്ക് സോളിഡിഫൈ ചെയ്തുണ്ടാകുന്നതാണ് ഗ്രാനൈറ്റ്. അത് ഇഗ്നിയസ് റോക്കിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പാർഷ്യലി മോൾട്ടൺ അപ്പർ മാന്റിൽ മെറ്റീരിയൽ കോൾഡ് ഡാഷ് ഈസ് എ മെക്കാനിക്കലി വൾണറബിൾ ലെയർ ബിനീത്ത് ദ ലിത്തോസ്ഫിയർ characterized by low seismic wave velocity and high attenuation. ഇവിടെ ചോദ്യം ഇതാണ്, ഒരു ഏകദേശം ഒരു പാർഷ്യൽ ആയിട്ട് മോൾട്ടൺ,
ഉരുകിയ അവസ്ഥയിലിരിക്കുന്ന മാൻഡിലിൻ്റെ അപ്പർ പാർട്ടിൽ കാണുന്ന ഒരു മെറ്റീരിയലാണ്. അത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈസ് മെക്കാനിക്കലി വൾണറബിൾ ലെയർ. ആ ഒരു ലെയറിൻ്റെ പ്രത്യേകത മെക്കാനിക്കലി അത് കുറച്ച് വൾണറബിൾ ആണ്. ലിത്തോസ്ഫിയറിന് താഴെയാണ്, ബിനീത്താണ്. ലോ സെസ്മിക് വേവ്സ്, വൈബ്രേഷൻസ് വളരെ കുറവുള്ളൊരു ലെയറാണിത്. ആൻഡ് ഹൈ അറ്റൻവേഷൻ. അപ്പോൾ അറ്റൻവേഷൻ നടക്കാന്ന് പറഞ്ഞാൽ സിഗ്നൽസ് ഭയങ്കര വീക്ക് ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും സിഗ്നൽസ് വീക്ക് ആവുന്നതും കൂടുതലാണ്, സെസ്മിക് വേവ്സും വളരെ കുറവാണ്. അപ്പോൾ വേവ് നേച്ചർ, വേവ്സിൻ്റെ പ്രസൻസ് വളരെ കുറവുള്ളൊരു ലെയറാണ് നമ്മൾ ചോദിക്കുന്നത്. ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ബിനീത്ത് ലിത്തോസ്ഫിയർ ആയിരിക്കണം ആൻഡ് പാർഷ്യൽ മോൾട്ടൺ ആയിട്ടുള്ള അപ്പർ മാൻഡിൽ മെറ്റീരിയലുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് നോക്കാം. എസ്തനോസ്ഫിയർ, മാഗ്നറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെ സർഫസിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ട്രോപ്പോസ്ഫിയർ, അതിന് മേലെ വരുന്ന സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ, ലാസ്റ്റ് ഈസ് ദ എക്സോസ്ഫിയർ. അപ്പോൾ ആ ഒരു ലെയറിൻ്റെ ഒരു ഓർഡർ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. ട്രോപ്പോ, സ്ട്രാറ്റോ, ദെൻ മീസോ, തെർമോ, ലാസ്റ്റ് ഈസ് എക്സോസ്ഫിയർ. ദെൻ so the correct answer is എസ്തനോസ്ഫിയർ ആണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ സെസ്മിക് വേവ്സ് സ്ലോ ഡൗൺ ചെയ്യും. ആ ഒരു ലെയറിൽ എത്തുമ്പോഴേക്കും വേവ് വൈബ്രേഷൻ വളരെ സ്ലോ ഡൗൺ ചെയ്യും. ആൻഡ് ലൂസ് എനർജി ആസ് ദേ പാസ് ത്രൂ ദിസ് ലെയർ. എനർജി ലൂസ് ചെയ്യും ഈ ഒരു ലെയറിലൂടെ പാസ് ചെയ്യുമ്പോൾ. അതാണ് അറ്റന്വേഷന് കാരണമാവുന്നത്. ദെൻ ദ ഓപ്ഷൻ ഈസ് മാഗ്നറ്റോസ്ഫിയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡൊമിനൻറ്റ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡൊമിനൻ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ലെയറിനെ മാഗ്നറ്റോസ്ഫിയർ എന്ന് വിളിക്കാം. Magnetic field is dominant. Mesosphere above stratosphere and below thermosphere. അത് നമുക്കിത് നോക്കി പഠിക്കാം. തെർമോസ്ഫിയറിൻ്റെ താഴെയും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിലുമായിട്ടാണ് നമുക്ക് മീസോസ്ഫിയർ കാണാൻ പറ്റുക. ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ ഈസ് above troposphere and below mesosphere. Stratosphere is above troposphere and below mesosphere. അപ്പോൾ ഓപ്ഷൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇതിൽ മാഗ്നറ്റോസ്ഫിയർ നമുക്ക് കണക്ട് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വിത്തിൻ ദാറ്റ് വേർഡ് ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് സെസ്മിക് വേവ്സിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് അറ്റന്വേഷൻ കൂടി ഇരിക്കുന്ന ഒരു ലെയർ ഈസ് ദ എസ്തനോസ്ഫിയർ എന്നുള്ളതാണ്. അതായിരിക്കും നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അഡീഷണൽ ഫാക്ട്സ് ഒന്ന് നോക്കി വെക്കണം, അത്യാവശ്യമാണ്. കാരണം അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അവർ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം അത് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പഠിക്കാം. അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കീവേഡ്സും കാര്യങ്ങളും പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോകും, വിട്ടുപോകും. അപ്പോൾ ഒരുമിച്ച് തന്നെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ തന്നെ ഒരു 5 ഫാക്ട്സോ 10 ഫാക്ട്സോ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ പഠനം വളരെ ഈസി ആകും, മെമ്മറിയിൽ നിൽക്കും, കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.